If I try to define all the things you mean to me, yeah. For you I'd die 1,000 lives. Special kind of energy, 'cause love is born when hearts collide. Every time you touch me, you remind me that I'm still alive. So promise you never change, and I'll always be the same. We'll be dancing the same groove when we're 92, the same as 17. And I'll never lie to you, just don't you hold back on me. I wanna love you as strong when we're 92, the same as 17. I don't really know what's right, but I could never call you wrong. I just wanna dance with you, floating over marble floors. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അത്യുന്നതങ്ങളുടെ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ പൂർണ്ണം നയിക്കും. പുരസ്കാരങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടികാരങ്ങളെല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്ന ഒന്നല്ല, അവനെപ്പോലുള്ളൊരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്ന് അടിച്ചതുകൊണ്ട് അവർക്കൊരു സഖ്യമായി സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുന്നത് അങ്ങ് ഇന്ന് വിവാഹിക്കാൻ പോകുന്ന ഞങ്ങളുടെ മകനെയും അനുഗ്രഹിക്കണമേ. ഞാനായ കല്യാണം ഇരുന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള ദമ്പതികളെ അനുഗ്രഹിച്ച് മിശിഹായെ ഇവരെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാധവസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിനും കാരണമായിരിക്കുന്ന വിശുദ്ധരെ, കാവൽമാരാകമാരെ ഇവരെ വിശുദ്ധരും സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. അബ്രാഹത്തെയും സാറായും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി. You're the light, you're the night, you're the color of my blood. You're the cure, you're the pain, you're the only thing I wanna touch. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me to the dark, let me take you past our satellite.
can see the world you brought to life, to life. So love me like you do, la la, love me like you do. Love me like you do, la la, love me like you do. Touch me like you do, ta ta, touch me like you do. ജീവിതം രക്ഷപ്പെടുകയും നല്ലതരങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? അകൃത്യത്തിൽ നിന്ന് നന്മ ചെയ്യുകയും സമാധാനത്തോടെ പിന്തുടരുകയും സഖാവിനെ ഭാര്യ കടത്തുവാൻ കഴിയുകയും വിവാഹവാഗ്ദാനം നൽകിയിരിക്കുന്ന ദാസനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ സഹായങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും ഞങ്ങളെ ചെയ്യട്ടെ. നമ്മുടെ സകലത്തിന്റെയും പിതാവും സർവ്വശക്തനുമായ സർവേശ്വരനായ
ഞങ്ങളിൽ ഫലമണിയുന്നു. നിരന്തരം ഞങ്ങൾ നീയെ സ്തുതിക്കുന്ന അങ്ങയുടെ കാരണത്താലും ഞങ്ങളെ സഹായിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരനായ എന്നേക്കും. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവരുടെ സ്നേഹത്തിൽ നിലനിർത്തുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിർത്തുന്നു. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങൾ കൊടുക്കൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. വിശുദ്ധായ സ്നേഹമുള്ള നീതി യോംസി പതാകത്തെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അല്ലെങ്കിൽ വിവാഹമെന്ന കൂടാശം സ്വീകരിക്കുന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് ഇന്ന് ഇവിടെ തുടർന്ന് പ്രകടിപ്പിക്കുവാൻ ഈ ദേവാലയത്തിൽ വെച്ച് പ്രകടിപ്പിക്കുന്നത്, അങ്ങനെ കൂടുതൽ പ്രാർത്ഥിച്ച് കൊടുക്കുന്നത്, കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കുന്നതിനുള്ള ആ ഒരുക്കത്തിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് എന്ന കാര്യം ഓർമ്മ. കുടുംബജീവിതം മറ്റേതൊരു ഉദാസീന പോലെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഉദാസീന ജീവിതം നയിക്കുന്നതിനാണ് നമ്മൾ ഒരുങ്ങുന്നത് എന്നത് ഓർക്കുക. ഇത് കേവലം ഒരു മതത്തിലുള്ളത് കൊണ്ട് അതിൻ്റെ മതപരമായ ചടങ്ങ് എന്ന രീതിയിൽ ഇന്ന് ഈ വിവാഹവും അതിൻ്റെ അനന്തരകാര്യങ്ങളും അധപ്പതിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് ഭേദപൂർവ്വം പറഞ്ഞാൽ മതിയാവും. എന്നാൽ അങ്ങനെയാണല്ലോ ഈ മനസ്സിന് പെണ്ണിൻ്റെ കല്യാണം എന്ന് പറയും. ആ മനസ്സിൻ്റെ ചടങ്ങുകൾ പറയുന്ന വാക്കുകളാണ് ചടങ്ങ്. ആ ചടങ്ങിൻ്റെ ഒരു മറ്റൊരു ചടങ്ങല്ല കഴിയുന്നത്. ഇത് ഈ ചടങ്ങും അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഈ ചടങ്ങും ഇവിടെ നടക്കുന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥനകളും ആശീർവാദവും തുടർന്ന് നിങ്ങളെ വിവാഹത്തിലേക്കുള്ള പ്രവേശനത്തിന് ഒരുക്കമായിട്ട് നിങ്ങൾക്കുള്ള ഒരു ഉപദേശവും നിങ്ങൾക്കുള്ള ഒരുക്കത്തിൻ്റെ ഇതെന്ന് പറയുമ്പോൾ പ്രാർത്ഥനയോട് ഒരുക്കം മറ്റൊരു ഒത്തിരി അപ്പോൾ എന്ത് ചെയ്യും, വീഴ്ച ചെയ്യുക, കൂട്ടി ചെയ്യുക, അതിൻ്റെ ഭാഗങ്ങളാണ്. തീർച്ചയായിട്ടും ആഭരണങ്ങൾ അതൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ കാര്യങ്ങൾ അതൊന്നും കുറവെന്ന് ഞാൻ ചോദിച്ചു. ഈ മാനേജർമാരോട് അപ്പോഴാണ് എൻ്റെ ചടങ്ങായി മനസ്സിലായത്. ഇങ്ങനെ കുമാരൊക്കെ കൂടുതൽ ചടങ്ങുകളാണ് ഹോട്ടലിൽ വരും പോകുന്നത്. പക്ഷേ ഇത് അതൊന്നുമല്ല. വലിയ കാര്യങ്ങൾ നിങ്ങളുടെ വിവാഹ ഹോളി അവിടെ തീർച്ചയായിട്ടും ഇവിടെ എന്ന് പറയുന്നത് ഈശോയുടെ അനുഗ്രഹം 24 കൊല്ലം ജനിച്ചു വളർന്ന ഒരു ഇടവകയിലെ ആ പള്ളിയിൽ നിന്ന് ഈശോയെ പോകുവാൻ ഞാനിനി ഈ ഇടവകയുടെ ഭാഗമാകുന്ന ഇടവകയുടെ ഭാഗമാകാൻ പോകുവാണ്. ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ വേദപാഠമൊക്കെ പഠിച്ച് സംഘടനകളൊക്കെ പ്രവർത്തിച്ച് അതിലേക്ക് വളർന്ന് ഈ നിയമങ്ങളെ എത്തിച്ച് അതിലേക്ക് പോവുകയാണ്. എൻ്റെ അച്ഛൻ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സ്വന്തം ഭവനം വിട്ട് ഞാൻ മറ്റൊരു ഭവനത്തിലേക്ക് പോവുകയാണ് എന്ന് പെൺകുട്ടിയെ വെച്ചോട്ട് പോകാൻ വരുന്ന ആൺകുട്ടി ഈശോയെ എൻ്റെ ഇടവകയിൽ ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക്
ചേർക്കാനും പ്രാർത്ഥിച്ച് പരസ്പരം സംസാരിച്ച് ഇഷ്ടപ്പെട്ട കാഴ്ചപ്പെട്ട നിലയിൽ പോകണം പിന്നീട് പ്രാർത്ഥിച്ച് എത്രമാത്രം പ്രാർത്ഥിക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ അയോഗ്യത പറഞ്ഞുകൊണ്ട് എത്രമാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നു അത്രമാത്രം കൃപ കാരണം ഈ ഇടയിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സ്നേഹിക്കാനുള്ള ഇടയാണ് സുവിശേഷഭാഗത്താണ് പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇതാണ് ഞാൻ പരസ്പരം സ്നേഹിക്കുന്നത്. ഇനി ആ സ്നേഹത്തിനെ കുറിച്ച് തന്നെയാണ് ഈശോ ഈ ചെറിയ സുവിശേഷഭാഗത്ത് പറയുന്നത്. നല്ല കുട്ടികളാണെങ്കിൽ എൻ്റെ മോനാണ് പ്രതികരിക്കുന്ന അമ്മമാരിലൂടെയില്ലേ എൻ്റെ മോനാണ് ചെയ്ത് ഓടിപ്പോയി കാരണം അമ്മയുടെ മോനാണെന്ന് പറയും. ഈശോയുടെ പറയാം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. ഈശോ പറയുകയാണ് എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പറയുമ്പോൾ ഈശോയുടെ ഓർമ്മയിൽ ഈശോയുടെ സ്നേഹത്തിലുള്ള സ്ഥാനം ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്ഥാനം നൽകുന്നതാണ് നമുക്ക് കണ്ടത്. ഒരു കുഴപ്പമില്ല. അപ്പോൾ കുടുംബം ഇത്തരത്തിൽ ഈശോയുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ കുടുംബം എത്തണം. സ്നേഹത്തിൽ നിങ്ങളെ ആഗ്രഹിക്കാനാകട്ടെ. സ്നേഹം വാശിയോടെ കൂടുതൽ കൃഷിയോടെ സുഖത്തിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് മണ്ണം കഴിഞ്ഞ് അഭിമുഖീകരിക്കുമ്പോൾ ചോദിക്കുന്നു നിങ്ങൾ സ്നേഹിച്ചോ അതാണ് അപ്പോൾ നമ്മൾ തല വിളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നേരെ നോക്കി I love my children you gave me. I love the family that I joined. അതിൽ തട്ടാനുള്ള ചോദ്യം നിങ്ങൾക്കുണ്ടാകും. ആശംസിക്കുന്നു. ദൈവം കൈവിളിച്ച സ്വഭാവത്തിലേക്ക് ശരിയായ അറിവോട് സ്വതന്ത്രമായി മനസ്സോട് പൂർണ്ണമായ സമ്പത്തോടുകൂടി നമ്മെ വിവാഹം നിശ്ചയിക്കാൻ പാടുകൊണ്ട് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഈ വിവാഹം നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും വിവാഹം അവകാശത്തോടെ ഏരിയയായ എൻ്റെ ഭാര്യയായ ശ്രീ വാഗ്ദാനം ചെയ്തു. ഏരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ പൂർണ്ണമായ സമൂഹത്തോടുകൂടി വിവാഹം കൂടാശയുടെ യോഹന്നാനെ എൻ്റെ ഭർത്താവായ ശ്രീ വാഗ്ദാനം ചെയ്തു. സാക്ഷികൾ നിങ്ങളെ വിവാഹം സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ നീതി
എന്നെയും വംശിയെയും വിശുദ്ധ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. വാഗ്ദാനം ചെയ്ത ദാസനെ അങ്ങയുടെ കാരണത്തിന്റെ വരവയിൽ നിൽക്കണമേ. ഞങ്ങളുടെ അമ്മയായ വിശുദ്ധാനായ മാറിയൂസഫിതാവിന്റെയും പിതാവായ പൗർണ്ണമാസയുടെ പ്രാർത്ഥനകൾ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യാത്മാക്കളുടെ സഭയിലെ വിശുദ്ധരായ സന്യാസത്തിന്റെയും അൽഫോൻസാമയുടെയും വിശുദ്ധ മതമറിയയുടെയും വാഴ്ത്തപ്പെട്ട ദേവരുടെ പുണ്യത്തിന്റെയും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ മത്തായിയുടെയും മാധ്യസ്ഥ്യവും ഇവർക്ക് സംരക്ഷണവും സഹായവുമായ സകലത്തിന്റെയും അബ്രാഹത്തെയും സാധനയും സഹകരണയും പ്രാപിക്കുകയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിലായിട്ടും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ബന്ധത്തോടുകൂടെ രൂപാകരണശായ നിങ്ങളെ ഈ ചിത്രമത്തിൽ കൊണ്ടുവന്ന എല്ലാവരെയും ദൈവസമൃദ്ധമായ ഇപ്പോഴും എപ്പോഴും ദൈവമേ So
നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ നന്മകളുണ്ടാകുമായ ദൈവമേ, ഈ മഹാദാനങ്ങളെ ഞങ്ങൾ പറയുന്നു. നിന്നോട് പ്രാർത്ഥിക്കുന്ന അപേക്ഷകളെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. നിങ്ങളെ സ്വകീയസമാനം യോഗ്യരാകണമേ. നിന്റെ കാരുണ്യാകട്ടെ അപേക്ഷിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I want you to live forever and live. Come over. Give you my world, and you I deserve. When you smile, you make me stronger. Wherever you go, you feel me next to you. And in my arms, I make you feel stronger. Close my eye to feel. You make me stronger. Every night I want you. Tonight I feel heartless. I won't give up on you. You make me stronger. Every night I want you. Tonight I feel heartless. I won't give up on you. I will give up on you. Give up on you. Give up on you. I close my eye to feel. Oh baby, you make me stronger. Every night I want you. Tonight I feel heartless. I won't give up on you. You make me stronger. Every night I want you. Tonight I feel heartless. I won't give up on you. Yeah, 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 yeah. Yeah, 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 yeah. Yeah, 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 yeah. Give up on you. Yeah, 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 yeah. Yeah, 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 yeah. Yeah, 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 yeah.
ഇവിടെ ഇറങ്ങാൻ പറയാം. ഇവനില്ല ഡാൻസിന്. എടാ നീ ഫ്രണ്ടിൽ നിന്ന് വിളിച്ചോടാ. ബ്രോ അപ്പുറത്തെ സൈഡിൽ നിന്ന് വിളിച്ചോ, അവരെ പിടിച്ചോ. ഇവിടെ സേഫ് വെച്ചോളാം. സൈഡല്ല, ഫേസ് ഫേസ്. സോറി കേട്ടോ. തിരികെ പോര്.
അങ്ങനെ എല്ലാ പരിപാടികളും കുറേ നാളത്തെ മേമയുടെ കാത്തിരിപ്പുകൾക്ക് ശേഷം it's going to be happen. Soulmate is the one who will not avoid me because of someone. And my dear Mema, you're so lucky to having your best friend as your life partner. അങ്ങനെ അവരുടെ ഒരുപാട് നാളത്തെ സ്നേഹം, പ്രണയം, വീട്ടുകാരുടെ സന്തോഷം എല്ലാം ദൈവ തിരുമുൻപിലും തിരുസഭയ്ക്ക് മുൻപിലും ഏറ്റുപറഞ്ഞ് ഇനിയുള്ള ജീവിതം ഒന്നിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് സമ്മതം അറിയിച്ച് ആ സന്തോഷം നമ്മളുമായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ട് അവരിവിടെ എത്തിയിരിക്കുകയാണ്. സോ വാട്ട് ഡു യു ഫീൽ നൗ? ഈ ഒരു ക്രൈസിസിന്റെ സിറ്റുവേഷനിൽ ഇവിടെ എത്തിച്ചേർന്നവരോട് നിങ്ങൾക്ക് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? ഹാപ്പിയാണ്. ഇപ്പൊ ഇവിടെ ഉള്ളവരും ഹാപ്പിയാണ്. മേമയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നും വിളിച്ച് വിഷമം പറച്ചില്ല. അമ്മ അവര് വന്നില്ല, ഇവര് വന്നില്ല, അവർക്ക് വരാൻ പറ്റില്ല, എന്നും വിളിച്ച് സങ്കടം പറച്ചിലായിരുന്നു. അപ്പൊ എനിവേ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. ലാസ്റ്റ് ഇപ്പൊ എന്തൊക്കെ സങ്കടം പറഞ്ഞാലും അവസാനം പറയും ഒരു സമാധാനം ഉണ്ട്, എന്തായാലും തീർന്നൂലോ, കല്യാണം ആയല്ലോ, വേറെ കിട്ടുകയാണല്ലോ. ആ സന്തോഷത്തിലാണ് മേമ. സോ ഐ എം സോ ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് അവർ ലവിംഗ് ബ്രൈഡ് ആൻഡ് ഹാൻസം ഗ്രൂം നിതിൻ ജോസ് ആൻഡ് ജോൺസി ജോർജ്. എല്ലാവരും കൈയടിച്ചേ. ഇനി ഇതൊക്കെ പറയാൻ ഞാനാരാണ്? എന്നെ അറിയാത്തവരുടെ കുറച്ച് പേരുണ്ടാവുള്ളൂ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാൻ അന്നാബായ സെലത്തിങ്കൽ, നമ്മുടെ ബ്രൈഡിന്റെ ചേച്ചിയുടെ മോളാണ്. അപ്പൊ ഇതിനൊന്നും പ്രസക്തിയില്ല. പ്രസക്തി ഉള്ളത് ഇവർ രണ്ടുപേരുമാണ്. ഇവിടെയാണ് പ്രസക്തി, ഇവരിലാണ് കാര്യം. അപ്പൊ ഇവർ രണ്ടാളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. Introducing our bride, she is the Grand Doctor of Arikalam Lonapanelli and Kudutulangara Francis Mary, and Doctor of Mr. George A.L. and Cindy George, our dearest Johnsy George. She completed her professional degree in computer engineering and now she is working hard to become a passionate wife. അപ്പോൾ ഇതാണ് ജോൺസിനെ പറ്റിയിട്ടുള്ള ഒഫീഷ്യലി ജോൺസിനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പേപ്പറിനെ പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ he is the grandson of Theratil Palisheri Lonapan Annamma and Tukkudan Devasi Selina and son of Mr. Jose P.L. and Mrs. Valsa Jose. Our gentle groom Nidin Jose. He is a Sariya in as a merchant engineer. ഇതൊക്കെയാണ് ഇവരെ പറ്റിയിട്ട് ഒഫീഷ്യലി പരിചയപ്പെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അൺഒഫീഷ്യലി പരിചയപ്പെടുത്താന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും പറ്റി അൺഒഫീഷ്യലി പരിചയപ്പെടുത്താൻ ഞാൻ ആരുമല്ല. കാരണം പേപ്പറിനെ ഞാൻ 1-2 തവണയാണ് കണ്ടിട്ടുള്ളത്. മേമേനെ അറിയാം, പക്ഷെ കസിൻ എന്ന നിലയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, മേമ ഭയങ്കര ലോയലാണ്, ഭയങ്കര ലവിങ് ആണ്. പിന്നെ ഈ കുട്ടികളെ പോലെയൊക്കെ അഭിനയിക്കുന്നതാണ് കേട്ടോ. നമ്മളൊക്കെ വിചാരിക്കും മേമ ഇങ്ങനെ ബുദ്ധിയില്ലാത്ത പോലെ അഭിനയിക്കുന്നതാണ്, വെറും ഷോ ആണ്. ഇനി പേപ്പറിനെ പറ്റി പറയാ വെച്ചാൽ പേപ്പറെ ഫസ്റ്റ് ഞാൻ മീറ്റ് ചെയ്ത സംഭവം പറയാം. ഒരാൺകുട്ടിയുടെ ഒരു ഈ ഏജിലുള്ള ഒരു യൂത്തിലുള്ള ഒരു ആൺകുട്ടീനെ പറ്റി അറിയണമെങ്കിൽ അവന്റെ ഫ്രണ്ട് സർക്കിൾ നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. പേപ്പർ ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പേപ്പൻ സെയിലിയർ ആണ് ഞാൻ പറഞ്ഞു. എന്നിട്ട് പോലും ഇത്രയധികം ഫ്രണ്ട്സിനെ കൊണ്ട് നടക്കുന്ന ഒരാള് എന്തായാലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, ഭയങ്കര ലവിങ് ആയിരിക്കും, കെയറിങ് ആയിരിക്കും. ആൻഡ് പേപ്പൻ ഞാൻ കണ്ടത് വെച്ചിട്ട് പേപ്പൻ അങ്ങനെയാണ്. എന്താണ് ജോൺഷാമയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല, അങ്ങനെ തന്നെയാണ്. എൻ്റെ നിഗമനങ്ങളൊന്നും തെറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയപ്പോൾ ഞാൻ അധികം ഘടിപ്പിക്കുന്നില്ല. ഇനി സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാനുള്ളത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ കപ്പിൾസ് ഓഫ് ദ സ്റ്റേ. ഈ ദിവസത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ, ഇവർ ഹാപ്പിയാണ്, ഞാൻ സമ്മതിച്ചു, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയ 2 കപ്പിൾസിനെയാണ്. വേറെ കാര്യമല്ല, ജോൺസണയുടെ പാരൻസിനെയാണ് വിളിക്കുന്നത്. വെൽക്കമിങ് മിസ്റ്റർ ആൻഡ് മിസസ് ജോർജ് ടു ദ സ്റ്റേജ്. Introducing the family, her father George A.L. He is an electrician and her mother Cindy George. She is a member of Kuruthukulangara house. She molding her hand strong and bold. അതാണ് കുഞ്ഞപ്പനെ പറ്റിയും സിനിയേനെയും പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ജോൺസിനെ പോലെ തന്നെ ഭയങ്കര പാവങ്ങളാണ്, ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കെയറിങ് ആണ്. അപ്പോൾ ഇനി വെൽക്കം ചെയ്യാനുള്ളത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്മൈൽ അറൗണ്ട് അസ്. ഏറ്റവും സുന്ദരമായ ചിരി കണ്ടത് വേറെ ആരുടെയല്ല, നിതിൻ പേപ്പന്റെ അപ്പൻ്റെ അമ്മയുടെയും മുഖത്തായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഇവരുടെ മോള് പോകുന്നതിന്റെ ഒരു ചെറിയ വിഷമം ഉണ്ടെങ്കിലും അവർക്ക് പുതിയൊരു മോളെ കിട്ടുന്നതിന്റെ സന്തോഷമായിരുന്നു അവരുടെ മുഖത്ത്. സോ ഐ എം വെൽക്കമിങ് മിസ്റ്റർ ആൻഡ് മിസസ് ജോസ് പിയൽ ടു ദി സ്റ്റേജ്. His father Jose Piel is a businessman and his mother Valsa Jose. She is working as a managing director of her own home. അപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെട്ടു. ഇനി ഇവരുടെ ഫാമിലി സ്നാക്കിന്റെ സമയമാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഏറ്റവും ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു മൂവിയാണ് ഹോം എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മാക്സിമം എല്ലാവരും. അതിനകത്ത് ശ്രീനാഥ് വാസിയാണ് നായകൻ. പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അപ്പൻ അമ്മ എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ കയറിയ ഒരു ക്യാരക്ടർ ഉണ്ട്, നസല് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ, ശ്രീനാഥ് വാസിയുടെ അനിയന്റെ ക്യാരക്ടർ. അതായത് സംഭവം ഫുൾ ടൈം ഇടിയായിരിക്കും, കീരിയും പാമ്പുമായിരിക്കും. പക്ഷെ അവസാനം ഒരു ആവശ്യം വരുമ്പോ കൂടെപ്പറപ്പേ കൂടെ കാണുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോ ഇനി വെൽക്കം ചെയ്യാനുള്ളത് ജോൺസമ്മയുടെ അനിയനെയാണ്, അതായത് നമ്മുടെ പേപ്പന്റെ അളിയനെ. സോ with lot of love I am introducing his loving brother John George. He is doing his diploma in electricals at Mada College, Vadakujeri. Welcome to the stage. Okay, ഇനി വെൽക്കം ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞു ജോൺസമ്മയുടെ നിതിൻ പേപ്പന്റെ അളിയനെ വിളിച്ച സ്ഥിതിക്ക് ഇനി ജോൺസമ്മയുടെ നാത്തൂമാരെ വിളിക്കാനുള്ള സമയമാണ്. നിതിൻ പേപ്പൻ ഏറ്റവും താഴെയുള്ളതാണ് അല്ലെ. അപ്പോ സ്വാഭാവികമായിട്ടും നിതിൻ പേപ്പന്റെ പേരിൽ ഏറ്റവും അധികം തല്ലുകൊണ്ട രണ്ട് സഹോദരങ്ങളെ വിളിക്കാനുള്ള നേരമാണ്. കാരണം പേപ്പൻ എന്ത് കുറുമ്പ് കാണിച്ചാലും അടി കിട്ടുക ചേച്ചിമാർക്കായിരിക്കും. സ്വാഭാവികം, എല്ലാവരുടെ വീട്ടിലും നടക്കുന്ന സെയിം സംഗതി തന്നെ. അപ്പോൾ now it's time to welcome his beautiful sister. I happily introduce his most eldest sister Silsa and his life partner Binoy. They are settled in Qatar. And also welcoming their cute angels Noel Binoy and Mia Binoy to the stage. Both whole family welcome to the stage. No matter where I go, I'll never leave your side. You will never be alone. At last, finally, with lot of happiness, I am introducing his eldest sister Neetu and his life partner Jidin. They both working at abroad. And they also blessed with a cute baby, Sarah Mariam Jidin, welcoming the whole family to the stage. സോ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഫാമിലി സർക്കിൾ ആയിട്ടുണ്ട്. വിവാഹം എന്ന് പറയുന്നത് രണ്ട് ഹൃദയങ്ങളോടുകൂടെ രണ്ട് കുടുംബങ്ങളും കൂടി ഒത്തുചേരുന്നതാണ്. അപ്പൊ ഈ ഫാമിലിയുടെ സന്തോഷം, ബോണ്ടിങ് എന്നും ഇവരുടെ ഹോൾ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളാണ്, മലയാളികളാണ്, രണ്ടു കൂട്ടർക്കും ഒരുപാട് ചടങ്ങുകളുണ്ട്. എല്ലാത്തിനും ഓരോ പ്രതീകങ്ങളായി കുറേ ചടങ്ങുകൾ കൊണ്ട് നടക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഫസ്റ്റ്ലി നമ്മുടെ ഈ പുതിയ കപ്പിൾസിന്റെ ഇടയിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം, വെളിച്ചമായ ദൈവത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് തിരിതെളിയിക്കാൻ വേണ്ടിയിട്ട് പെപ്പനെ മേമനെയും അവരുടെ പാരന്റ്സിനെയും വെൽക്കം ചെയ്യാണ്. തിരിതെളിക്കുന്നതോടുകൂടി അവർ നമുക്ക് പ്രോമിസ് ചെയ്തു തരാണ് ഇത്ര നാൾ ഇവരുടെ ജീവിതത്തിൽ പകർന്നിരുന്ന വെളിച്ചം ഇനി ഇവരുടെ ജീവിതത്തിലും കംപ്ലീറ്റ്നെസ്സോടുകൂടി നൽകുമെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ടാണ് കുഞ്ഞപ്പാപ്പനും സിനാന്റെയും തിരിതെളിക്കുന്നത്. ഇനി പേപ്പന്റെ പാരന്റ്സ് തിരിതെളിക്കും. ഇനി പേപ്പനും മേമയും ഒരുമിച്ച് തിരിതെളിക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ വെളിച്ചം ഒന്നിച്ച് തെളിയിക്കുകയാണ്. ഈ തെളിയിക്കുന്ന തിരികൊള്ളുന്ന അവരുടെ ജീവിതം പ്രകാശപൂരിതമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ആദിമകാലം തൊട്ടേ വീഞ്ഞിന്റെ പുരാണം ഉണ്ട്. വീഞ്ഞ് യേശു വെള്ളം വീഞ്ഞാക്കി ദമ്പതികൾക്ക് നൽകിയതോടുകൂട്ട് നമ്മളെല്ലാവരും വൈൻ ഷെയറിംഗ് ആണ്. പിന്നെ ഇവിടെ ഇപ്പം വൈൻ ഷെയറിംഗിന്റെ പ്രതീകം എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു യൂണിറ്റിയുടെ സെറിമണീസ് ആണ്.
വൈൻ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ജീവിതത്തിലെ എല്ലാ പുളിപ്പും ചവർപ്പും എല്ലാം ഒന്നിച്ച് ഇവർ ഷെയർ ചെയ്യുന്നുള്ളതാണ്. ആദ്യം രണ്ടുപേരും വൈൻ എടുക്കുക, അത് കഴിഞ്ഞിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൈ ഉള്ളിൽ കൂടെ ക്രോവ് ചെയ്തിട്ട് കുടിക്കുക. രണ്ടുപേരും സ്വന്തമായിട്ട് കുടിക്കുക. അതായത് ചില പ്രോബ്ലംസ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ, അത് നമ്മൾ തന്നെ സഹിക്കണം. പക്ഷേ ആ പ്രോബ്ലംസ് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ, ഒരു കെയറിങ് ഹാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. ഓക്കെ, അതിനുശേഷം ഇനി രണ്ടാളും ഷെയർ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അതായത് അവരുടെ പ്രോബ്ലംസ് എപ്പോഴും ഷെയർ ചെയ്യുന്നുള്ളതിനുള്ളൊരു പ്രതീകമായിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമ്മുടെ കേക്ക് കട്ടിങ് സെറിമണിയിലേക്ക് കടക്കുകയാണ്. ഇപ്പം ലൈഫിൽ നമ്മൾ പറഞ്ഞു എരിവും പുളിയൊക്കെ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ മധുരം ലൈഫിലുണ്ടാവും. അപ്പോൾ അതിനൊരു സിമ്പിളൈസ് ആയിട്ടാണ് നമ്മൾ കേക്ക് കട്ടിങ് സെറിമണി നടത്തുന്നത്. ഇനി പേപ്പൻ മേമയുടെ ഫാമിലിയിലേക്ക് കേക്ക് ഷെയർ ചെയ്യാണ്. കേക്ക് കട്ട് ചെയ്ത് പേപ്പൻ മേമയുടെ ഫാമിലിയിലേക്ക് കേക്ക് ഷെയർ ചെയ്യാൻ മേമയുടെ ഫാമിലിയിലേക്ക് കേക്ക് ഷെയർ ചെയ്യാണ്. ഇനി മേമ കേക്ക് ഷെയർ ചെയ്യാണ്. എല്ലാരും കേക്ക് കഴിച്ചോ? കൊടുത്തോ? കൊടുക്ക, എല്ലാവർക്കും കൊടുക്ക്. ചേച്ചിമാരെ വായോ. അപ്പോ ഒഫീഷ്യലുള്ള ചടങ്ങുകൾ കഴിഞ്ഞു. ഇനി ഒരു മാലയിടല് ചടങ്ങുണ്ട്. ചടങ്ങൊന്നുമല്ല, ഒരു ഹാപ്പിനെസ്സിന് ചെയ്യുന്നതാണ്. അതായത് മാല ഇടുന്നതോടുകൂടി നമ്മൾ ഒരു സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മാല ഇടുന്നത്, അല്ലെ? ഒരു സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേപ്പൻ മേമയ്ക്ക് മാല ഇട്ട് കൊടുക്കുന്നതോടുകൂടി പേപ്പന്റെ എന്നും ഒരു സൗന്ദര്യത്തിന്, അല്ലെങ്കിൽ പേപ്പനെ എന്നും സപ്പോർട്ട് ചെയ്ത് സ്ട്രെങ്ത് ചെയ്ത് മേമ കൂടെ ഉണ്ടാവും എന്ന് പ്രോമിസ് ചെയ്യാണ്. അതുപോലെ തന്നെ പേപ്പൻ എന്നും ഒരു ആസ്വാദകരമായ ജീവിതം നയിക്കും എന്ന് മേമ പ്രോമിസ് ചെയ്തുകൊണ്ടാണ് മേമ പേപ്പന് മാല ഇട്ട് കൊടുക്കുന്നത്. സോ മാല എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മേമയുടെ അനിയനെ വെൽക്കം ചെയ്യുന്നത്. എല്ലാവരും കയ്യടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ ഒഫീഷ്യലുള്ള എല്ലാ ചടങ്ങുകളും തീർന്നിരിക്കുകയാണ്. ഇനി കുറച്ച് ഫാമിലി ഫോട്ടോസിന്റെ ടൈമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഹലോ, ജോൺസിയെ കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കയറിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് 2 വാക്കിൽ നിർത്താൻ പറ്റുമെന്ന് ഡൗട്ടാണ്. വളരെ നല്ല കുട്ടിയാണ്. ജോൺസിയുടെ പപ്പ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്തു. അതിനുള്ള എല്ലാ പെർമിഷൻസും ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, തെറ്റിദ്ധരം പറയുന്നത് എന്നാണ് അവിടെ പറഞ്ഞത്.
പക്ഷെ എനിക്ക് അങ്ങനെ പറയാതിരിക്കാൻ തോന്നുന്നില്ല. ഇഷ്ടപ്പെട്ട അവള് നമ്മുടെ കൂടെ നിൽക്കും. ഭയങ്കര സെൻസിറ്റീവാണ്. അത്രയും പറഞ്ഞാൽ മതിയോ? ഓക്കെ, ഇതിനെ കുറിച്ച് എനിക്ക് കുറച്ചേ അറിയുള്ളൂ. പക്ഷെ അറിഞ്ഞിടത്തോളം ചക്കിക്കൊക്കെ ചന്ദ്രൻ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് ആ ബൗളിലേക്ക് ഒരുമിച്ചിടുന്നതോടുകൂടി അവര് ഒന്ന് ചേരുന്നതിന് പ്രതീകമായിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരും എടുത്തോ. ഒരുമിച്ചിടുന്നതോടുകൂടി ഒരു ചെറിയ പരിപാടി ഉണ്ട്. പേപ്പൻ മേനയ്ക്ക് വോയിസ് നൽകും. അതായത് നമ്മൾ ഇത് പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മേമയുടെ അടുത്ത് പൊന്നുപോലെ നോക്കാം, അങ്ങനെ ഉപദേശിക്കുണ്ടാവും. ഉപദേശം കുറെ കേട്ടിട്ടുണ്ടാവും അല്ലേ? വാഗ്ദാനം. ഓക്കെ, താങ്ക് യു. വാഗ്ദാനങ്ങൾ നൽകണം. ഓക്കെ, റൊമാൻറ്റിക് ആയിട്ട് ഉള്ളിന്ന് വരട്ടെ. ഉള്ളിന്ന് വരാൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, രണ്ടാളും ചേർന്ന് ഞാനാണോ പറയണ്ടേ? ഞാനല്ല വാഗ്ദാനം കൊടുക്കട്ടെ. പേപ്പറാണ്. ജീവിതകാലം മുഴുവൻ പൊന്നുപോലെ നോക്കാന്ന് ഉറപ്പ് പറയുന്നു. ജോൺസണോട് വാഗ്ദാനം കേൾക്കട്ടെ. ഞാൻ ലൈഫ് ലോങ് വിദ്യാർത്ഥി ഫാമിലിയിലും പൊന്നുപോലെ നോക്കണം. ഓക്കെ, ഇങ്ങനെ ചെറിയ പരിപാടി കൂടി ഉണ്ട്. ഇതിനകത്ത് ഞാനൊരു റിങ് ഇട്ടിട്ടുണ്ട്. അത് ഇവരെടുക്കണം. രണ്ടാളും കൂടി ഒരുമിച്ച് അതിൽ കഴിയട്ടോ. രണ്ടാളും കൂടി ഒരുമിച്ച് തപ്പിക്കോ. തപ്പ് കിട്ടണം കേട്ടോ. കിട്ടി പേപ്പന് കിട്ടി. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. പേപ്പർ മേമനെ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കും വിത്ത് സം റോസസ്. ഒരിക്കൽ പ്രപ്പോസ് ചെയ്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല പേപ്പറിൽ. വിൽ യു മാരി മീ ചോദിച്ചാൽ മതിയൊന്നു പോരല്ലോ. വിൽ യു മാരി മീ ചോദിച്ചാ പോരാ. മുട്ടുത്തിയിട്ട് എന്താ ശരിയാ ബാക്കി പേപ്പർ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ എന്റെ കൂടെ പോയിരുന്നോ?
എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കൊരു തവണയായിട്ട് എൻ്റെ കൂടെ പോരാൻ സമ്മതമാണോ? ഒരു ഉമ്മയും കൂടി കൊടുത്തോ 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 കുഴപ്പമില്ല, കൊടുക്ക്, പോരട്ടെ പോരട്ടെ, കൊടുത്തോ. ഫോട്ടോക്കിനെ കയ്യമ്മ കൊടുക്കാനാണ് പറഞ്ഞത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് കയ്യമ്മ കൊടുക്കാനാണ്. മാമിന് എന്താണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റേജ് നിങ്ങൾക്ക് വിട്ടുതരാണ്. സമയത്തിന്റെ പരിമിതി ഉണ്ട്, വളരെ പരിമിതമാണ് നമുക്ക് സമയം. ചെറിയ കുറച്ച് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ടൈം ലിമിറ്റ് കാരണം കൊണ്ട് ഞങ്ങൾ ഈ സ്റ്റേജ് വിട്ടുതരാണ്. ഒരു കാര്യം കൂടി ഞാൻ മാമയുടെ അടുത്ത് ചോദിക്കുകയാണ്. മാമ, അതായത് ഞങ്ങള് പേപ്പർ ആദ്യം പെണ്ണ് കാണാൻ വന്ന സമയത്ത് പേപ്പറിന്റെ പേര് ചോദിച്ചപ്പോ മാമയ്ക്ക് അറിയില്ലായിരുന്നു, മറന്നു പോവായിരുന്നു പേപ്പറിന്റെ പേര് എപ്പോഴും. അപ്പൊ കുഞ്ഞമ്മായി മാമയ്ക്ക് ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പറിന്റെ പേര് മറക്കാതിരിക്കാൻ, അല്ലേ? ആ ഐഡിയ എന്താണോ, എന്നിട്ട് എങ്ങനെയാ വിളിക്കേണ്ടതെന്ന് കൂടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ സ്റ്റേജ് നിങ്ങൾക്ക് വിട്ടുതരും. എന്റെ കുഞ്ഞമ്മായി എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ജീവിതത്തിൽ കിട്ടിയ വിധിയാണ് വിദ്യാർത്ഥി എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. വിദ്യാട്ടാ ഓക്കെ, അപ്പൊ ഞാൻ ഈ സ്റ്റേജ് വിട്ടുതരാണ്. എല്ലാവരും പറഞ്ഞ ഹാപ്പിനെസ് മൂമെന്റിലുള്ള ഫോട്ടോസ്
see your face, to hear your voice, and all to touch you is a dream come true. So I'm standing here with my hand held out, knowing that your love will never fade. I stand amazed without a doubt. I wanna hear your voice in the morning when I rise. Way up in the mountains, 4,000 feet high, there's a trail through the trees to a cliff where Carolina meets the sky. Oh, and there's a view I just can't describe. No, we're not there yet, just a few more steps, baby, wait. Okay, you can open your eyes. This is it, this is now, this is what I've been talking about. Looking out, can't you see forever? Take my hand, just take it in. ആശീർവദിക്കുകയും സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളാരെങ്കിലും അങ്ങനെ ദുരിതങ്ങളായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും തുടർന്നാവുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗത്തിൽ അങ്ങേക്ക് ആനന്ദിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിന്റെ ഹൃദയവും മാറിയസ്യ പിതാവും ഞങ്ങളുടെ പ്രതീക്ഷയെ അതിനെ സമർപ്പിക്കുകയും മുഴുവനും സജീവ സ്മരണ ഞങ്ങളെ ചെയ്യട്ടെ. ഈശോയുടെ ഞങ്ങൾക്ക് രക്ഷിക്കണമേ. ഞങ്ങൾക്ക് രക്ഷിക്കണമേ. ഞങ്ങൾക്ക് രക്ഷിക്കണമേ. ഞങ്ങൾക്ക് രക്ഷിക്കണമേ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേകിടാം. അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ, നല്ല ദൈവമേ, നന്മരൂപനേ, നല്ല ദൈവമേ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. പാടും കുളിരായി വന്നതാരു ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ. അറിയാതൊരോ നൽപീലി തിരയുന്നു തമ്മിൽ നാം കാണാതെ
തണലായി തണലായി ഇനി